ஹாப்பியஸ்ட் டேன்னு நான் ட்வீட் பண்ண அவனும் நான் சேர்ந்து கிளிக் பண்ணிருக்கும் போது ജയൻ രവിയുടെ പ്രസ് മീറ്റ് കണ്ടു. അതിൽ കണ്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ജെന്യുവനായിട്ട് പറയാൻ തോന്നി. ഒരു മനുഷ്യനെ എത്രത്തോളം ചൂഷണം ചെയ്യാം. വലിയ സെലിബ്രിറ്റി ആയാലും വലിയ സംഭവമൊന്നുമല്ല. സെലിബ്രിറ്റിയുടെ ലൈഫ് ഭയങ്കര അടിപൊളിയാണ് ചിന്തിച്ചിരിക്കുന്ന പലർക്കും ഒരു ഭയങ്കര ചിന്തിക്കാൻ പറ്റിയൊരു സംഭവമാണ് ജയൻ രവിയുടെ ആ ഒരു തുറന്നു പറച്ചിൽ. കാരണം ഇത്രയും വലിയ സെലിബ്രിറ്റിയാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെ സെലിബ്രിറ്റി ആണെങ്കിൽ അവരുടെ ലൈഫ് ആർഭാടമാണ്, ഭയങ്കര സംഭവമാണ്. പക്ഷേ അതൊന്നുമല്ല. എല്ലാ സെലിബ്രിറ്റീസിൻ്റെ കാര്യമല്ല. ഒരുമാതിരിപ്പെട്ട സെലിബ്രിറ്റീസിൻ്റെ ലൈഫൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. കാരണം ഓവർ ഈ സംഭവം ക്യാഷും ഒക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ അടിപൊളിയാണ്, ഹാപ്പി ലൈഫാണ്. പക്ഷേ ഞാൻ ഈ ഒരാളുടെ ജയൻ രവിയുടെ ബേസ് മാത്രമല്ല, കുറേ ആൾക്കാരുടെ ഞാൻ കണ്ട ബേസിലാണ് പറയുന്നത്. സ്റ്റഡീസ് കുറച്ച് വായിച്ചതിൻ്റെ ബേസിലാണ് പറയുന്നത്. അപ്പോൾ എനിക്കിന്ന് സംസാരിക്കണം തോന്നി. നമ്മൾ കുറേ നേരത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്, ക്ഷമിക്കുക. ഇനി നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എനിക്കിന്ന് നമ്മുടെ ജയൻ രവിയുടെ ഞാൻ ആ ഇൻ്റർവ്യൂ പ്രസ് മീറ്റ് കണ്ടപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒരു സംഭവം സംസാരിച്ച് വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം പുള്ളി നമ്മൾ നല്ലതായിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ആക്ടറാണ്. ഇപ്പം ജയൻ രവി എന്നുള്ള പേരൊക്കെ മാറ്റിയത് വേറെ കാര്യം. പക്ഷേ ഇപ്പോഴും ജയൻ രവി എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് കാരണം ശീലമായതുകൊണ്ട്. പുള്ളി ആ ഒരു പ്രസ് മീറ്റിൽ ഇത്രയും ഓപ്പണായിട്ട് ഒരു ആക്ടർ എനിക്ക് തോന്നി ഇതുവരെ ഇത്രയും തുറന്നു പറച്ച് ലൈഫിലെ പേഴ്സണൽ കാര്യങ്ങൾ പുള്ളി തുറന്നു പറയുന്നുണ്ട്. സിനിമയിലെ സംഭവങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് പറയത്തില്ല, പേഴ്സണൽ ലൈഫ് കാര്യം മാത്രം. ഭയങ്കര എനിക്ക് ഹാർട്ട് ടച്ചിങ് ആയി പുള്ളിയുടെ ഒരു വീഡിയോ. ഒരു മനുഷ്യൻ പാവമായിപ്പോയാൽ, പഞ്ചപാവമായിപ്പോയാൽ എത്രയൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു എക്സാമ്പിളാണ് ജയൻ രവി. കാരണം ഞാനിത് മനസ്സിലാക്കുന്നത് ഒരു അതിര് കവിഞ്ഞ് ആരും സത്യസന്ധരോ പാവമൊന്നും ആകില്ല. പാവമായാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മളെ മുതലാക്കും. ഉറപ്പായിട്ടും എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് മുതലാക്കും. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. നമുക്ക് ജയൻ രവിയുടെ കുറച്ച് എനിക്ക് പേഴ്സണലായിട്ട് കുറച്ച് സംഭവങ്ങൾ കാണാം. പുള്ളി ഇത് പറഞ്ഞൊരു കാര്യമുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ പിന്നെ ഞാനൊരു മനുഷ്യനാണ്. പുള്ളി കണ്ണ് നിറഞ്ഞ് പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഹാർട്ട് ടച്ചിങ്. കാരണം ഒരു മനുഷ്യൻ്റെ പുള്ളി ഇത്രയും കാലം എക്സ്ട്രീം അനുഭവിച്ചു. ആ ഒരു ടൈം എത്തിയപ്പം പുള്ളിക്കത് ഉള്ളിൽ നിന്ന് ചാടി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ സെലിബ്രിറ്റീസാണ് അല്ലെങ്കിൽ വലിയ ആൾക്കാരാണെങ്കിൽ അവർക്കൊന്നിനും ബുദ്ധിമുട്ടില്ല, ആവശ്യത്തിന് കാശുണ്ട്, എല്ലാത്തിനും. അപ്പം ഞാൻ പറയട്ടെ, എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുള്ള, ഇപ്പോൾ എന്നെപ്പോലുള്ള നമുക്കും ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് എല്ലാം ബുദ്ധിമുട്ടുള്ളത് ക്യാഷാണ്. അത് അത്യാവശ്യം ഓവറായിട്ട് ആയി. ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വില അറിയുന്നതും. അത് കുറച്ച് വേണം, അത് ഇന്ന സാധനം വാങ്ങിക്കാൻ, അത് വേണം, ഇത് വേണം. പക്ഷെ അത് ആവശ്യത്തിനുള്ളവരാണെങ്കിൽ അതിനോട് ഒരു ഇൻട്രസ്റ്റ് അവർക്കില്ല. കാരണം അവർക്കപ്പം വേറെ പല പ്രോബ്ലംസും വരും. എനിക്ക് ഇപ്പോൾ സെലിബ്രിറ്റീസിനാണെങ്കിൽ എൻ്റെ അത് വിജയിച്ചില്ലല്ലോ, എൻ്റെ അത് ഇതായല്ലോ, ഭയങ്കര സ്ട്രെസ്സ്, ടെൻഷൻ ഒക്കെ ആയിരിക്കും. ഇപ്പം ക്യാഷ് എന്ന് പറഞ്ഞൊരു മേഖല നമുക്കുള്ളതുകൊണ്ട് നമ്മൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലീസ്. പക്ഷേ എല്ലാം ഉള്ളവർ അതിലേക്ക് അധികം ഫോക്കസ് ചെയ്യത്തില്ല. അത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. പുള്ളി ഇതിലെ മെയിൻ പറഞ്ഞത് പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരാൾ പഞ്ചപാവമാകരുത്, എല്ലാവർക്കും നല്ലത് ചിന്തിക്കരുത്, എപ്പോഴും പെർഫെക്റ്റ് ആയിരുന്നാൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോയൊരു എക്സാമ്പിളാണ് ജയൻ രവി. ഇതിനെപ്പറ്റി എനിക്ക് കുറേ സംസാരിക്കാനുണ്ട്. പുള്ളി ഇതിനകത്ത് പറഞ്ഞൊരു പോയിന്റ്, പുള്ളിയുടെ മക്കളെ കാണിക്കാൻ പോലും വൈഫ് സമ്മതിക്കത്തില്ല. കാരണം പുള്ളിക്ക് അതുപോലൊരു അച്ഛൻ്റെ ഫീലൊക്കെ അതിൻ്റെ അകത്ത് പുള്ളിയുടെ കണ്ണ് നിറയുന്നുണ്ട്. മക്കളെ കാണിക്കാൻ സമ്മതിക്കത്തില്ല. കാണാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റി ഏൽപ്പിക്കുന്നു. പിന്നെ പുള്ളിയുടെ അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ടാണ്. പുള്ളി എന്ത് സിനിമയിലൊക്കെ വെച്ചാൽ കോടികളാണ് നമുക്കറിയാമല്ലോ. എത്ര കിട്ടിയാലും ജോയിൻ്റ് അക്കൗണ്ടാണ്. വരുന്ന ഉടനെ ഈ വൈഫിന് അക്കൗണ്ട് പൈസ വരുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇവനൊരു നാരങ്ങ വെള്ളത്തിൽ പോലും പൈസ എടുത്തു കഴിഞ്ഞാൽ അപ്പം ചോദ്യം വരും, എന്തിന് പൈസ എടുത്തു? പുള്ളി ഒരു പഞ്ചപാവമായതുകൊണ്ട് പുള്ളിക്ക് ഒന്നും ചോദിച്ചിട്ടൊക്കെ എടുക്കത്തുള്ളൂ. നല്ല കുടുംബം തകരണം എന്നൊക്കെ പറഞ്ഞ് നല്ലവനായിട്ടിരുന്നു. പക്ഷേ പുള്ളിയെ യൂട്ടിലൈസ് ചെയ്ത് കോടിക്കണക്കിന് പൈസ ഇപ്പം ഇവർ കൊണ്ടുപോയി. പുള്ളി ഇപ്പം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഇത്രയും കാശുള്ള വലിയ നടൻ. അതാണ്, എത്ര ഹൈ ലെവലിൽ പോയാലും നമുക്ക് നിലനിൽക്കണമെങ്കിൽ കുറച്ച്
ഓവർ സത്യസന്ധതയൊന്നും ആകരുത്. അതിന് മെയിൻ എക്സാമ്പിളാണ് ഇത്. ഒത്തിരി പഞ്ചഭാഗമായാലും എനിക്കിത് കുറേ പറയണമെന്നുണ്ട്, ഞാൻ അധികം സംസാരിക്കുന്നില്ല. എനിക്ക് ചെറിയൊരു വീഡിയോ ആണ്, എനിക്ക് കുറേ കാഴ്ച വീഡിയോ ചെയ്യുന്നത് തന്നെ ആ ഒരു ഫ്ലോ കിട്ടുന്നത്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി കൂടുതൽ വീഡിയോസ് വരും. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇച്ചിരി എക്സ്പ്ലോർ ആയിട്ട് വീഡിയോ ചെയ്യണം, കാരണം പെട്ടെന്ന് ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ചെയ്ത് അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റി കുറവൊക്കെ കാണും, ക്ഷമിക്കുക. കുറച്ച് പേരൊക്കെ ചോദിച്ച കമൻറ്റ്സ് ഞാൻ 1-2 പേരെ കളിച്ചിട്ടുണ്ട്, നിങ്ങൾ എവിടെ പോയി ബ്രോയെ കാണുന്നില്ല എന്നൊക്കെ. കുറേ നാളത്തേക്ക് മടി പിടിച്ചിരുന്നു പോയി, ഇനി മടിയൊക്കെ മാറ്റി വരാം. അപ്പം ഇത് ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മുടെ പണ്ട് ചാണക്യൻ പറഞ്ഞൊരു വാചകം പറയുന്നു, ഒരു കാട്ടിൽ മരം വെട്ടുകാരൻ പോയപ്പം കുറേ മരങ്ങൾ കണ്ടു, അതിലെ വളഞ്ഞ മരം കണ്ടു, നേരെ നിൽക്കുന്ന മരം കണ്ടു. ആദ്യം മരം വെട്ടുകാരൻ ചൂസ് ചെയ്യുന്നത് ഏത് മരമായിരിക്കും എന്ന് ചാണക്യൻ ചോദിച്ചു എന്ന് പറഞ്ഞു. അറിയില്ല എന്ന് സ്റ്റുഡൻറ്റ് പറഞ്ഞു. സ്റ്റുഡൻ്റ് കുട്ടി പറഞ്ഞു. പുള്ളി പറയാണ്, ആദ്യം ചൂസ് ചെയ്യുന്നത് നേരെ നിൽക്കുന്ന മരങ്ങളായിരിക്കും. വളഞ്ഞ മരങ്ങളെ ആദ്യമൊന്നും ഒരു മരം വെട്ടുകാരനും മുറിക്കത്തില്ല, അവർക്ക് നേരെയുള്ള മരങ്ങൾ മതി. സത്യസന്ധരായിരിക്കുന്നവരായിരിക്കും ആദ്യം ക്രൂശിക്കപ്പെടുന്നത്. അപ്പം കുറച്ച് സത്യസന്ധതയൊക്കെ കുറയ്ക്കാം. നിങ്ങളാരും സത്യസന്ധത അധികമുള്ളവരാണെങ്കിൽ കുറയ്ക്കുക. സത്യസന്ധത അധികമായാൽ പ്രശ്നമാണ്. കൂടുതൽ പഠിച്ച് വീണ്ടും കാണാം. സി